ആദ്യം തന്നെ എല്ലാവർക്കും വളരെ സമാധാനത്തിൻ്റെ ഒരു റമദാൻ കരീം. GCCയിലുള്ള ആളുകൾക്ക് ഇപ്പം ഈ റമദാൻ ഡ്യൂട്ടിയുടെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടിയതോടുകൂടെ തന്നെ ജീവിതത്തിൻ്റെ ആ വലിയൊരു ഹറിബറി ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അത്യാവശ്യ വീക്കെൻഡുകളിലൊന്ന് പുറത്തു പോകാനും നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടിയതുപോലെ തോന്നും. സഫോരി ലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിള്ളേരൊരുമാതിരി പിടിവിട്ട പട്ടം പോയ പോലത്തെ അവസ്ഥയാണ്. പിന്നെ നമ്മൾ വിളിച്ചാലും കേൾക്കില്ല പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അവിടുത്തെ സ്നാക്സും പിള്ളേരെ പറ്റിക്കാനുള്ള റൈഡ്സും കാര്യങ്ങളും. പിന്നെ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരിക്കും. അവിടെ ഇവിടെയും കാണുന്ന പിള്ളേരുമായിട്ട് പെട്ടെന്നൊരു സെറ്റപ്പും ക്രിയേറ്റ് ചെയ്യും. ഈ റമദാൻ സമയത്തെ ശരിക്കും ഒരു ഡിഫറെൻ്റ് എനർജി നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ആളുകൾ കൂടുതലും കാമായിരിക്കും. റിലീജിയൻ നമ്മുടെ ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ കാര്യമാണ്. റിലീജിയൻ എൻ്റെ വേറെയാണെന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് ഈ ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ശരിക്കും ഇതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ റിയാദിൽ പൊതുവേ ഈ നൈറ്റ് ഇപ്പോൾ റമദാൻ സമയത്തെന്നല്ല, പൊതുവേ GCCയിലെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിരിക്കും. ഈ ഓടി ഓടി പോകുന്ന വണ്ടികൾ കാണുമ്പോൾ തോന്നും ഇതൊക്കെ എങ്ങോട്ടാ ഭഗവാനെ പോകുന്നതെന്ന്. റിയാദിൽ ഈ ഒരു റമദാൻ സമയത്താണെങ്കിൽ ഇത് ഡബിൾ ആക്റ്റീവാണ്. റോഡ് ഭയങ്കര റഷായിരിക്കും. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളവിടെ എൻ്റർ ആയ സമയത്ത് മോൾ കംപ്ലീറ്റ്ലി ആണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ അധികം ആളുകളൊന്നും ഇല്ല. ബട്ട് ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കോ കംപ്ലീറ്റ് ഫില്ലായി. ഈ ജ്യൂസ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും വളരെ സമാധാനമുള്ള ഒരു റമദാൻ വീണ്ടും നാളുകൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശേഷം ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ആൻഡ് സീ യു സൂൺ.